ആലപ്പുഴ അമ്പലപ്പുഴയിൽ തെരുവ് നായ്ക്കളെ കൂട്ടത്തോടെ കൊന്നു. വിഷം കൊടുത്താണ് 11 നായ്ക്കളെ കൊന്നത്. വിഷം കഴിച്ച മറ്റു നായ്ക്കൾ അവശനിലയിലുമാണ്. കുറേ നാളുകളായിട്ട് ഒരു 10 അടുത്ത് ഇവിടെ ഉണ്ടായിരുന്നു. കുറച്ച് വർഷങ്ങളായി. അപ്പം ഇവരാരും ചെയ്തിട്ടില്ല. ഇപ്പോൾ രാവിലെ ഇങ്ങനെ എല്ലാം ചത്ത് കിടക്കുന്നത് കണ്ടപ്പോൾ വിഷം വെച്ചതാണെന്നുള്ളതാണ് പൊതുവെയുള്ളൊരു അഭിപ്രായം. ഇപ്പോൾ ഒരു 3-4 എണ്ണത്തിന് അവരോട് കുഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് 2 എണ്ണം ആവശ്യ നിലയിലാണ്. ഒരു മനുഷ്യന് ഒരു ശല്യവും ഇല്ല. അത് എലിക്കുഞ്ഞിനെ പോലെ ഇവിടെ കിടന്നതാണ് എല്ലാവരും. എല്ലാവരും കൂടെ ആഹാരം കൊടുത്ത് ബിസ്ക്കറ്റും ഒക്കെ മേടിച്ച് കൊടുത്ത് 11 ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി വരെ 11 ഉണ്ടായിരുന്നു. നേരം വെളുത്തപ്പം ഒന്ന് അവിടെ ചെത്തായിരുന്നു സ്റ്റേജിൽ. മനീഷ് മഹിവാൽ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. മനീഷ, ആർക്കും ഒരു ഉപദ്രവമില്ലെന്ന് ആ പ്രദേശവാസികൾ പറയുന്നു. പിന്നെ ആരാണ് ഈ പാതകം ചെയ്തത്? ഈ നാട്ടുകാരുടെ നിഗമനം വിഷം കൊടുത്ത് കൊന്നു എന്നുള്ളതാണ്. പക്ഷെ അത് നമുക്ക് അതിന് സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഈ നായ്ക്കൾ ഇങ്ങനെ ചത്തു കിടക്കാൻ ഇതിനെ എന്ത് പറ്റിയതാണെന്ന തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഒരു സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട്. ഇത് സംഭവം ഉണ്ടാകുന്ന ഇന്നലെയാണ്. ഇന്നലെ അമ്പലപ്പുഴ പായൽക്കുളങ്ങര ക്ഷേത്ര മൈതാനത്താണ് 11ഓളം തെരുവ് നായ്ക്കളെയാണ് ഈ നിലയിൽ ഈ വിഷം കൊടുത്ത് കൊന്നു എന്ന നിലയിൽ അവരെ കാണപ്പെട്ടത്. പിന്നീട് പല ഭാഗത്തും കിടന്ന ഈ നായ്ക്കളെ അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ ചേർന്ന് കുഴിച്ചു മൂടുകയായിരുന്നു. വിഷം ഉള്ളിൽ ചെന്ന് മരിച്ചു ചത്തെന്നാണ് നാട്ടുകാരുടെ നിഗമനം. വായിൽ നിന്ന് നുരയും പതയും വന്നിട്ടുണ്ടായിരുന്നു എന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. ഈ ചത്ത നായ്ക്കളെ പിന്നീട് ക്ഷേത്രം ജീവനക്കാർ ചേർന്നാണ് കുഴിച്ചു മൂടിയത്. ഇതുമായി ബന്ധപ്പെട്ട് ചില മൃഗസ്നേഹികൾ അമ്പലപ്പുഴ പോലീസിൽ പരാതി നൽകി. അമ്പലപ്പുഴ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഈ നായ്ക്കൾക്ക് എന്ത് സംഭവിച്ചാണെന്ന് അടക്കമുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ തെരുവ് നായ ആക്രമണമോ അല്ലെങ്കിൽ തെരുവ് നായ്ക്കളുടെ എന്തെങ്കിലും തരത്തിലുള്ള ഉപദ്രവമോ അവിടെയുള്ള നാട്ടുകാർക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ ആരാണ് ഈ രീതിയിൽ നായ്ക്കളെ കൊലപ്പെടുത്തി അല്ലെങ്കിൽ ഈ രീതിയിലുള്ള വിഷം കൊടുത്തതാണെങ്കിൽ ഇത് ആര് കൊടുത്തു, എപ്പോൾ കൊടുത്തു, എന്താണ് ഇതിന്റെ കാരണം അടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അമ്പലപ്പുഴ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഗോകുൽ. ശരി, മനീഷ് മഹിപാലാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.